ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഈ ടൈപ്പ് ബൾബ് എങ്ങനെ ശരിയാക്കാമെന്നാണ്. അപ്പോൾ ഇത് ബൾബ് ശരിയാക്കണമെങ്കിൽ ഈ ടൈപ്പ് PCB വാങ്ങിക്കാൻ കിട്ടും. ഈ ടൈപ്പ് സാധനം വാങ്ങിക്കാൻ കിട്ടും. ഇനി 10 രൂപയേ ഉള്ളൂ. ഇതിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുക. ഇനി വേറെ ഒന്നും ഫിറ്റിങ്ങോ ഒരു ഇലക്ട്രോണിക് കോമ്പോണൻസ് ഒന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഇവിടെയും ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്നും എല്ലിനും എഴുതിയ സ്ഥലത്ത് 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ബ്രൈറ്റിൽ കത്തും. ഇത് 9 വാട്ട്സ് ആണ്. 9 വാട്ട്സിന് 10 രൂപ. ഇനി അങ്ങോട്ട് വാട്ട്സ് കൂടുമ്പോൾ 5 രൂപ കൂടുകയെന്ന്. അപ്പോൾ ഈ ടൈപ്പ് സാധനം വാങ്ങിച്ച് ഈ ടൈപ്പ് എല്ലാ ബൾബും നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, നന്നാക്കാൻ വേണ്ടി പറ്റും. 10 രൂപയെ പോകുള്ളൂ. അപ്പോൾ ഈ ഹോൾഡറും സാധനവും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാം ആവശ്യമില്ല, എല്ലാം ഒഴിവാക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സാധാരണ ഇങ്ങനെ ഉണ്ടാവുക. ഈ കോമ്പണൻസ് ഒന്നും പിന്നെ ആവശ്യമില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കുന്ന സമയത്ത് ഇതെല്ലാം ഉൾപ്പെട്ടു. ഇതിന് വെറും 10 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഈ ടൈപ്പ് ബൾബ് എങ്ങനെ ശരിയാക്കാമെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുക. ഓക്കെ. ടൈപ്പ് ബൾബ് നമ്മൾക്ക് എല്ലായിടത്തും ഉണ്ടാവും. ഇത് ചീത്തയായതുണ്ടാവും. ഇതിപ്പോൾ എല്ലാം ചീത്തയായ ബൾബാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചീത്തയായി കഴിഞ്ഞാൽ ഇത് അഴിച്ചെടുക്കാൻ ഇവിടെ വേണം ചെറുങ്ങനെ ചൂടാക്കുക. വളരെ ചെറുങ്ങനെ ഇങ്ങനെ ചൂടാക്കുക. ഇവിടെ മാത്രം ആവശ്യമില്ല. ഇതിങ്ങനെ അമർത്ത് പിടിച്ചിങ്ങനെ 2 പ്രാവശ്യം തിരിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുക്കാൻ പറ്റും. ഇതിങ്ങനെ എടുക്കാൻ പറ്റും. ഓരോന്നും ഇതുമാതിരി ഇങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ മുട്ടുക. ശേഷം ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇതെല്ലാം ഇതുമാതിരി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, എടുക്കാൻ വേണ്ടി പറ്റും. എന്താ അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് റിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിയാണ്. ഇത് നന്നാക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതെങ്ങനെ നോക്കാം നമുക്ക്. ഈ ബൾബ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ കിട്ടില്ല. അപ്പം നമ്മളിവിടെ ആദ്യം സോൾഡർ ചെയ്ത് വിടണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണക്ഷൻ കൊടുത്ത വയറാണ്. ഈ വയറിൻ്റെ കണക്ഷൻ വിടുക. ഈ വയർ ഇതും വിടുക. ഈ സർക്യൂട്ടിൻ്റെ കണക്ഷൻ ബാക്കിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വിട്ടാൽ ഇതും കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതാണ് പരിപാടി.
ഇപ്പോൾ ഇത് സാധനം കിട്ടി. ഇത് ഇവിടെ സോൾഡർ ചെയ്തതാണ്, ഇവിടെ സോൾഡർ ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ കുഴി ശരിയാക്കുക. ഈ പുതിയൊരു വയറിടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം റെഡിയാക്കുക. അപ്പോൾ നമ്മൾ ഇത് ഈ രീതിയിലെടുത്തു. ഇതിനുള്ള സാധനം ഇത് അതെ ഇതെല്ലാം എടുത്ത് നമ്മൾ പുറത്തേക്ക് വെച്ചു. അപ്പോൾ നമ്മൾ ഇതിൽ ഈ കപ്പാസിറ്റർ അങ്ങനെയുള്ള സാധനമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ കപ്പാസിറ്റർ, ട്രാൻസ്ഫോമർ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല. ഇത് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം അടിച്ചു വരുന്ന മാറ്റൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനം വേണ്ട, ഇതിന് ആവശ്യമില്ല, ഇത് ഒഴിവാക്കുക. ഇത് നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇത് മാത്രമേ നമുക്ക് ഈ 2 സാധനമേ ആവശ്യമുള്ളൂ. ഇതും വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ഈ ടൈപ്പ് സാധനം വാങ്ങിക്കാൻ കിട്ടും. ഇത് പുതിയ ഇതാണ്, ഇത് പുതിയ സാധനമാണ്. ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഉണ്ടാവുക. ഇതിനൊന്നിന് 10 രൂപയാണ്, ഇതിനൊന്നിന് 10 രൂപയാണ്, ഇതിനകത്ത് 10 രൂപയാണ്. ഈ സാധനം ഇതിന് ഇവിടെ എല്ലും എന്നും എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ന്യൂട്രൽ ഫേസും മാറിയാൽ ഒന്നുമില്ല. ഇത് എല്ലും എന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെ ന്യൂട്രൽ ഫേസും മാറിയാൽ ഒന്നും പ്രശ്നമില്ല. ഇവിടെ ഒരു ലൈനും ഇവിടെ ഒരു ലൈനും കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. വേറെ ഇതിനൊരു കോമ്പണൻസും ഇല്ല. ഇവിടെ ഒരു ലൈനും ഇവിടെ ഒരു ലൈനും, അതായത് ന്യൂട്രൽ ഫേസാണ്. ഇത് ഫേസ് ഇടിയും ന്യൂട്രൽ ഇടിയും, അല്ലെങ്കിൽ ഇവിടെ ഫേസ് ഇവിടെ ന്യൂട്രൽ ആയാലൊന്നും പ്രശ്നമില്ല. ഇത് അങ്ങോട്ടോട്ട് മാറിയാലൊന്നുമില്ല. പക്ഷേ ഇവിടെ എഴുതിയപ്പോൾ ന്യൂട്രൽ ഫേസ് ഇവിടെ ന്യൂട്രൽ ഫേസ് എഴുതിയിട്ടുണ്ട്, ന്യൂട്രൽ എല്ല് എന്ന് എഴുതിയിട്ടുണ്ട്. അത് പ്രശ്നമില്ല. ഇവിടെ ഫേസ് തന്നെ കൊടുക്കണമെന്നില്ല. ഇവിടെ ഫേസ് കൊടുത്താലൊന്നുമില്ല, ഇവിടെ ന്യൂട്രൽ കൊടുത്താലൊന്നുമില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. ഇതിന് 10 രൂപയേ ഉള്ളൂ. ഇത് മാറ്റാൻ ആർക്കോ സിമ്പിളാണ്. അപ്പോൾ ഇതിന് നമ്മളെങ്ങനെ ഫിറ്റാക്കുന്ന പറയാം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഈ 2 വയക്കുന്നത് നമ്മൾ ആദ്യം ഡീസോൾഡർ ചെയ്തിട്ടാണ് ഈ PCB ഇങ്ങോട്ട് എടുത്തത് അല്ലേ. ഇതാ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായത്, ഇവിടെ കൊടുത്തിട്ടുണ്ടായത് ഉള്ളിലോട്ട് വെച്ചിട്ട്. ഇവിടെ കട്ടിങ് ഉണ്ട്, ഇതിലെ കൂടെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഇവിടെ സോൾഡർ ചെയ്തിട്ട് ഇത് വിട്ടിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തു. അതിനുശേഷം ഇതുപോലൊരു വയർ എടുക്കുക, ഇതുപോലൊരു വയർ എടുക്കുക. ഈ വയർ നേരെ ഈ വയർ ഇങ്ങനെ എടുത്തിട്ട് ഒരു കഷ്ണം വയറിന് 2 തെറ്റും സോൾഡർ ചെയ്ത് ക്ലീൻ ആക്കുക. ഒന്ന് ടിൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ സോൾഡർ ചെയ്യാൻ ഉപയോഗിച്ചിട്ട് ലഡ് ചെറുങ്ങനെ ഇവിടെ വെക്കുക. അപ്പോൾ ഇത് സോൾഡർ ചെയ്യാൻ നല്ല സുഖമായിരിക്കും. ഇല്ലെങ്കിൽ സോൾഡർ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ സോൾഡർ ചെയ്യാൻ വെച്ചിട്ട് ഇവിടുന്ന് ലഡ് പിടിപ്പിക്കുക, അതേ രീതിയിലും പിടിപ്പിക്കുക. അപ്പോൾ 2 ശരി. ഇനി നമ്മൾ ഈ ലഡ് പിടിപ്പിച്ച ഈ അറ്റം ഈ ഹോള് വഴി ഇങ്ങോട്ടെടുക്കും. ലഡ് അധികം പോയി. ഇപ്പോൾ നമ്മൾ ഈ വയറ് ഈ ഹോള് വഴി ഇങ്ങോട്ട് ഇട്ടു. ഇതുണ്ടോ, ഒരു വയറ് ഇത് ബെൻഡ് ചെയ്യുക, ഇതും ബെൻഡ് ചെയ്യുക. ഇങ്ങനെ ബെൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ ലഡ് നല്ലോണം കൊടുക്കുക. ഇതെടുക്കുന്ന സമയത്ത് സോൾഡറിങ് നല്ലോണം ചൂടാവണം. കാരണം ഇവിടെ മുമ്പ് കമ്പനിയിട്ട ലഡ് പ്രത്യേക ടൈപ്പ് ലഡ് ആയതുകൊണ്ട് ഉരുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം സോൾഡറിങ് വാട്സ് കൂടിയായിരിക്കണം, എന്നാൽ പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് സാവധാനം ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ലഡ് വെച്ചിട്ട് ഇത് മൂടുക, ഇവിടെ ഫിക്സ് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇവിടെ ഈ ബൾബിൻ്റെ ഹോൾഡർ അവിടെ കണക്ഷൻ കിട്ടത്തക്ക വിധത്തിൽ ഇതിനെ സോൾഡർ ചെയ്ത് വൃത്തിയാക്കുക. ഇത് ലെഡാണ്. ഇതുപയോഗിച്ച് സോൾഡർ ചെയ്ത് ബൾബിൻ്റെ ഹോൾഡർ അതിൽ കണക്ഷൻ കിട്ടത്തക്ക വിധത്തിലാക്കുക. ഇതുമാതിരി ലെഡ് വെച്ചിട്ട് കറക്റ്റ് ആക്കുക. ഈ രണ്ടേറ്റവും കറക്റ്റാക്കി ബൾബിൻ്റെ ഹോൾഡർ മാതിരി ശരിയായി. ഇനി ഇപ്പോൾ ഇത് ന്യൂട്രും ഫേസായി മാറി. ഇത് ന്യൂട്രും ഫേസാണ് അല്ലേ? ഇവിടെ കൊടുത്തു, ഇവിടെ കണക്ഷൻ കൊടുത്തു. ഇനി നമ്മൾ വാങ്ങിച്ച പുതിയ ഈ സാധനം എടുക്കുക. ഇത് പുതിയ സാധനമാണ്, 10 രൂപയേ ഉള്ളൂ. ഇത് 9 വാട്ട്സാണ്. ഇതിൻ്റെ വാട്ട്സ് കൂടുന്നവരും 5 രൂപീസ് കൂടിക്കൊണ്ട് പോകും. 5 രൂപ കൂടും. അപ്പോൾ ഇതിന് 10 രൂപയാണ്. ഇത് 9 വാട്ട്സാണ്. ഇതിൻ്റെ 20 വാട്ട്സിന് 20 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ കണക്ഷൻ കൊടുക്കുന്ന മുമ്പേ ഈ മെറ്റൽ പീസ് ഇവിടെ ഇതിനുള്ളിൽ കൂടി വയറെടുക്കുക. ഇത് ഡയറക്റ്റ് ലൈനാണ്. ഇത് നേരെ ഇങ്ങോട്ട് കൊടുത്തു. ഈ മുമ്പത്തെ ഈ ഹോൾഡർ ഇടയിൽ നിൽക്കാൻ വേണ്ടി ഈ സാധനം ഇങ്ങനെ വെച്ച് പണ്ടത്തെ രീതിയിൽ. അതിനുശേഷം ഈ സെൻറ്റർ ഹോളിലെ കൂടെ വയറെടുക്കുക. ഇത് വയറെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി വയർ അങ്ങോട്ടാക്കുക, വയർ ബാക്കിലോട്ടാക്കുക. അതിനുശേഷം ഈ സെൻറ്റർ ഹോൾഡറിലെ കൂടെ ഇതേമാതിരി ഇടുക. ഈ 2 വയറിങ്ങനെ ഇടുക. ഒരു വയർ ഇവിടെ കണക്ഷൻ കൊടുക്കുക, N എഴുതിയെടുക്കുക. മറ്റേ വയർ L എഴുതിയെടുക്കും കൊടുക്കുക. അപ്പോൾ ശരി, ഒരു വയർ നമുക്ക് ഇവിടെ കൊടുക്കാം. കുറച്ച് ഫ്ലക്സ് ഒക്കെ
ഫ്ലക്സ് വെച്ചാൽ നല്ല സോൾഡറിങ് നല്ല നീറ്റ് ഉണ്ടാവും. അടുത്ത വയർ ഇവിടെയും സോൾഡർ ചെയ്യുക. അപ്പം സോൾഡറിങ്ങിൽ നീറ്റ് ഉണ്ടാവണമെങ്കിൽ ഫ്ലക്സ് ഉപയോഗിക്കണം. ഫ്ലക്സ് ഉപയോഗിക്കുമ്പോൾ സോൾഡറിങ് നല്ല തിളക്കുണ്ടാവും, അത് നീറ്റാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും സോൾഡർ ചെയ്തു. ഇട എന്നും എല്ലും എന്ന് എഴുതിയിട്ടുള്ളത് അത് മാറിയാലൊന്നുമില്ല. ഇത് എന്നായാലും ഇതെല്ലായാലും ഒന്നുമില്ല, ഇത് മാറിയാലൊന്നുമില്ല, പൊളാരിറ്റി ഇല്ല. അപ്പോൾ നമ്മളിനി ഇതിന് ഫിക്സ് ചെയ്യുക. സോൾഡർ ചെയ്തു. ഇനി ഇവിടെ സ്ക്രൂ ചെയ്യുക. ഈ രണ്ട് സ്ക്രൂ ചെയ്ത് ഫിക്സ് ആക്കുക. അതൊരു ചെറിയ ഹോൾ അടിച്ചിട്ട് അതിന് ശേഷം കവർ ഇടുക. ഇത് നമുക്ക് നോക്കാം, കത്ത് നോക്കാം. ഇത് നമ്മുടെ അടുത്ത ബൾബ്. ഇത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഉണ്ടോ? ഇത് അപ്പോൾ നമ്മളെ ബൾബ് കറക്റ്റായി. അത് ഫോണിൽ നമ്മൾ ക്യാമറയിൽ ബൾബ് ഇങ്ങനെ കാണുമല്ലോ, അറിയാലോ കാര്യങ്ങൾ. അപ്പോൾ ഇത് കണ്ടീഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഏത് ഫ്യൂസായ എൽഇഡിയും ഇതുമാതിരി 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും.